അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പരിശോധിക്കുന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളിൽ പെട്ടതാണ് എന്താണെന്നുള്ളതാണ്. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 സാക്ഷികൾ, മഹറം ആവാതിരിക്കുക, വലീമത്ത് നൽകുക. സുന്നത്താണ് ചോദിച്ചത് അല്ലേ? സുന്നത്ത് ഏതാണ്? പറഞ്ഞു നോക്കൂ. വലീമത്ത് നൽകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ വലീമത്ത് നൽകുക എന്നുള്ളതാണ് സുന്നത്ത് കേട്ടോ. പിന്നെ മറ്റൊരു ചോദ്യം, മുസ്ഹഫ് വാങ്ങുന്നവൻ പ്രത്യേകമുള്ള ഷർത്ത്. മുസ്ഹഫ് വാങ്ങുന്നവന് പ്രത്യേകമുള്ള ഷർത്ത് എന്താ? മുകല്ലഫായിരിക്കുക, മുസ്ലിമായിരിക്കുക, പുരുഷനായിരിക്കുക. എന്താണ് അതിന് ശരിയായത്? മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ് അല്ലേ ശരിയായത്. പിന്നെ അടുത്ത ചോദ്യമുള്ളത്, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. നമ്മളങ്ങനെ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ പഠിച്ചതാണല്ലേ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ സിയാറത്ത് കേന്ദ്രങ്ങളിലും എന്തൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ബദ്റിലാണുള്ളത്, ഉഹദിലാണുള്ളത്, ഖന്തക്കിലാണുള്ളത്. എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ഉഹദിൽ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ബദ്റിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താണുള്ളതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം, അയ്യാമുത്ത് തശ്രീക്കിൽ രാപ്പാർക്കണം. അയ്യാമുത്ത് തശ്രീക്കിൻ്റെ ദിവസത്തിൽ എവിടെ രാപ്പാർക്കേണ്ടത്? അറഫയിൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുസ്ദലിഫയിൽ നിന്നുണ്ട്, മിനയിൽ നിന്നുണ്ട്. എവിടെയാണ് അറഫ ദിവസം അല്ലേ? അയ്യാമുത്ത് തശ്രീക്കിൻ്റെ ദിവസങ്ങൾ എവിടെ നിൽക്കേണ്ടത്? മിനയിലാണ് നിൽക്കേണ്ടത് അല്ലേ. അറഫയിൽ നിൽക്കേണ്ട എന്നാണെന്നുള്ളതും മുസ്ദലിഫയിൽ നിൽക്കേണ്ട എന്നാണെന്നുള്ളതൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും. അതായത് മറ്റൊരു ചോദ്യ പേപ്പറിലുള്ളതാണ്. ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ളതാണ്. ചോദ്യം 1, മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ എത്രയാണ്? എത്ര തക്ബീറാണ് മയ്യിത്ത് നിസ്കാരത്തിലുള്ളത്? 4 ആണ്, 5 ആണ്, 3 ആണ്. എത്രയാണ്? 4 ആണല്ലേ. നമുക്ക് അറിയാം 4 ആണ്. ഓരോ തക്ബീറുകൾക്കിടയിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ 4ാം തക്ബീറിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? 4 സ്വാഹ കൊടുക്കണം, 1 സ്വാഹ കൊടുക്കണം, 1 മുദ്ദ് കൊടുക്കണം. എത്രയാണ്? ഓർത്ത് നോക്കൂ. 1 സ്വാഹയിൽ ഒരാൾക്ക് 1 സ്വാഹയാണ് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അറഫ നോമ്പ് നോൽക്കുന്ന മാസം ഏത് മാസത്തിലാണ് അറഫ നോമ്പ് നോൽക്കൽ? ഷഅബാൻ മാസത്തിലാണ്, മുഹറം മാസത്തിലാണ്, ദുൽഹിജ്ജ മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? ഷഅബാനും മുഹറമും ഒന്നുമല്ല, ദുൽഹിജ്ജ മാസത്തിലാണ് അല്ലേ. പിന്നെ മുഹറം മാസത്തിലുള്ള നോമ്പ് എന്താണ്? ഷഅബാൻ മാസത്തെ നോമ്പ് എന്താണ്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. എത്രയാണ് കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്? 25%, 2%, 2.5%. എത്രയാണ്? 2.5% സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലേ. അത് എല്ലാവിധ സാധനങ്ങൾക്കും ഏകദേശം ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോ സ്വർണ്ണത്തിന് എത്രയാണ്, വെള്ളിക്ക് എത്രയാണ്, കച്ചവട സാധനങ്ങൾക്ക് എത്രയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. മുമ്പുള്ള ഒരു വർഷം ആ വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും. മിഅ്റാജ് നോമ്പ്, അറഫ നോമ്പ്, ആശൂറ നോമ്പ്. ഏതാണ്? ആശൂറ നോമ്പിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അല്ലേ. അറഫ നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മുമ്പുള്ള ദോഷവും അതുപോലെ തന്നെ ശേഷമുള്ള ഒരു വർഷത്തെ ദോഷവും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ നോമ്പിൻ്റെയും പ്രതിഫലങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, 800 മില്ലി ലിറ്റർ ആണ്. 800 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 സ്വാഹ, 1 മുദ്ദ്, 4 മുദ്ദ്. എന്താണ്? 1 മുദ്ദിനാണ് അല്ലേ. 1 മുദ്ദിന് 800 മില്ലി എന്നാണ് പറയുക. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 1 സ്വാഹ ആണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറെ ചോദ്യം, ഇസ്ലാം നിരോധിച്ച കാര്യം എന്താ? ധൂർത്ത്, വിവാഹ സദ്യ, ഷെയർ ബിസിനസ്. ഷെയർ ബിസിനസ്സും വിവാഹ സദ്യയ്ക്ക് എന്താണ്? ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ്. ധൂർത്താണ് ഇസ്ലാം വിരോധിച്ച കാര്യം അല്ലേ. പിന്നെ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല. എന്താണത്? മത്സ്യം, പച്ചക്കറി, സ്വർണം. എന്താണ് കുട്ടികൾക്ക് വിൽക്കാൻ പറ്റാത്തത്? നമ്മൾ പച്ചക്കറി മത്സ്യമൊക്കെ ഇപ്പോൾ നമുക്ക് വിൽക്കാനും വാങ്ങാനൊക്കെ അല്ലേ പറ്റും. സ്വർണം എന്നുള്ളതെന്നില്ല, നമുക്ക് കുട്ടികളായ ആളുകൾക്ക് വിൽക്കാനും വാങ്ങാനും പറ്റില്ല. കാരണം വലിയ സാധനങ്ങളെ ഭൂമി, സ്വർണം പോലത്തെ കാര്യങ്ങളൊന്നും എന്തില്ല കുട്ടികൾക്ക് വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒരു രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ചോദ്യങ്ങളിലും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഈ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം അവിടെ ഉണ്ടാവും. നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് തെറ്റ് വരുത്താതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ.
അപ്പോൾ ചേരുമ്പോൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ഭാഗം ആദ്യം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. എന്താണ്? ജംറകൾ സ്ഥിതി ചെയ്യുന്നു, മസ്ജിദുൽ അരീഷ് സ്ഥിതി ചെയ്യുന്നു, നിക്കാഹ് നടത്തൽ സുന്നത്താണ്, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, ഹാജിമാർ ദുൽഹിജ്ജ 9 നിൽക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? മസ്ജിദിൽ, ഉഹദിൽ, മിനായിൽ, അറഫയിൽ, ബദറിൽ. അപ്പോൾ ഇതൊക്കെ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ? എന്താണ്? ജംറകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംറകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംറകൾ സ്ഥിതി ചെയ്യുന്നത് മിനായിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മിനായിലെത്തിയപ്പോഴാണ് കല്ലെടുത്ത് എറിഞ്ഞ് മിനായിലേക്ക് കല്ല് കൊണ്ടുവന്ന് എറിഞ്ഞ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അല്ലേ? അപ്പോൾ മിനായിലാണ്. പിന്നെ അടുത്ത ചോദ്യം, മസ്ജിദുൽ അരീഷ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മൾ സിയാറത്ത് പോയ സമയത്ത് എവിടെ കണ്ടത്? ബദറിലാണ് കണ്ടത് അല്ലേ? ബദറിൽ ആണ് മസ്ജിദുൽ അരീസ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം ബദറിൽ എന്തൊക്കെയുണ്ട്, ഉഹദിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. നിക്കാഹ് നടത്തൽ സുന്നത്താണ്. നിക്കാഹിൻ്റെ സുന്നത്ത് പറഞ്ഞൊരു സംഭവമാണ് അതല്ലേ? എന്തായിരുന്നു? എന്താണ് നിക്കാഹ് നടത്തൽ സുന്നത്താണ്? മസ്ജിദിൽ വെച്ച് നിക്കാഹ് നടത്തൽ സുന്നത്താണ്. അടുത്തത്, ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബർ എവിടെ ഉള്ളത്? ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബർ ഉഹദിലാണ് ഉള്ളത് അല്ലേ? ഉഹദിൽ ഹംസത്തുൽ ഖറാറും പിന്നെ വേറൊരാളുണ്ട്, ആ ആളെ പേരൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അടുത്തത്, ഹാജിമാർ ദുൽഹിജ്ജ 9 നിൽക്കണം എവിടെ? അറഫയിൽ നിൽക്കണം അല്ലേ? ഡി എന്നാണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ ഈ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി തെറ്റിക്കാതെ സംശയങ്ങളില്ലാതെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതി ഇങ്ങോട്ടൊന്ന് തെറ്റിവിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക, അങ്ങനെയൊന്നും ആവരുത്. വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. തെറ്റു കുത്തി വരകളൊന്നും നമ്മളെ ഒരു പേപ്പറിൽ ഉണ്ടാവരുത്. വളരെ വൃത്തിയായിരിക്കണം കേട്ടോ. അടുത്ത വേറൊരു ചോദ്യ പേപ്പറിൽ ചേർക്കുന്ന ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളത്, ഇരട്ടി സമ്പാദിക്കുന്നവൻ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം, ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം, സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇങ്ങേ ഭാഗത്ത്, മരണത്തെ കൂടുതൽ ഓർക്കുന്നവൻ, 2 സാക്ഷികൾ, യാത്രക്കാർ, ഭാര്യ ഭർത്താക്കന്മാർ, സക്കാത്ത് നൽകുന്നവർ, ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്ത് നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിക്കുക. ഇരട്ടി സമ്പാദിക്കുന്നവൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സക്കാത്ത് നൽകുന്നതിനെ കുറിച്ചാണ് ഇരട്ടി സമ്പാദിക്കുന്നവൻ എന്ന് പറഞ്ഞത് അല്ലേ? അടുത്തത്, ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണ്. അതാരെക്കുറിച്ച് പറഞ്ഞതാണ്? ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണെന്നുള്ളത് മരണത്തെ കൂടുതൽ ഓർക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമാനും മാന്യനുമാണെന്നുള്ളത് അല്ലേ? അടുത്തത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. അത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ? അടുത്തത്, ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവണം. എന്താണ് ഇടപാട് നടത്തുമ്പോൾ ഉണ്ടാവേണ്ടത്? 2 സാക്ഷികൾ ഉണ്ടാവണം അല്ലേ? സാക്ഷികൾ മുഖേനയാവണം ഇടപാട് നടത്തേണ്ടത്. സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ടാണ്. സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ആളാരാ? യാത്രക്കാരൻ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ആളാണ് അല്ലേ? അപ്പോൾ സക്കാത്തിന് 8 അവകാശികളുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതൊക്കെ മറ്റു രൂപത്തിൽ ചോദ്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താണ്? ഒറ്റ വാക്കിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് അതിന് ശേഷം വരിക. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കുക. എന്താണ് ഇവിടെ വിട്ടുപോയത് എന്നുള്ളത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. കച്ചവട സാധനങ്ങൾക്ക് വിലയുടെ %% സക്കാത്ത് കൊടുക്കണം. എത്രയാണ് കച്ചവടങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്? ഒന്ന് ഓർത്തു നോക്കൂ. ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. എന്നിട്ട് ശരിയാണോ നമുക്ക് നോക്കാം. 2.5% സക്കാത്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ലേ? പിന്നെ രണ്ടാമത്തത്, ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നിർബന്ധമാകും. എന്താണ് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ നിർബന്ധമാകുന്നത്? എന്താണ്? ഒരു സക്കാത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ? എന്താണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അടുത്ത ചോദ്യം, മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് പ്രതിഫലമുണ്ട്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1,00,000 അല്ലേ? 1,00,000 റക്അത്തിൻ്റെ പ്രതിഫലമുണ്ട് അല്ലേ? ഒരു നിസ്കാരത്തിന് അല്ലേ? ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ പ്രതിഫലമുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാറ ഖബരി എന്താണ് അവിടെ വിട്ടുപോയത്? മൻ സാറ ഖബരി എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ വിട്ടുപോയത്? വജബത്ത് ലഹു ഷഫാഅത്തി അല്ലേ? മൻ സാറ ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി എന്നുള്ള ഹദീസ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ദുൽഹിജ്ജ അറഫ നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹിജ്ജ എന്നാണ് അറഫ നോമ്പുള്ളത്? ദുൽഹിജ്ജ 9 ദുൽഹിജ്ജ 9 അറഫ നോമ്പ് അനുഷ്ഠിക്കണം. അടുത്ത ചോദ്യം, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ ഫീ ഖൈർ. എന്താണ് അവിടെ വിട്ടുപോയത്? നമ്മളെ നിക്കാഹ് ചെയ്യുന്ന സമയത്തുള്ള ദുആ ആണല്ലേ? ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ അല്ലേ? അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതൊക്കെ കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
അപ്പോൾ അടുത്തൊരു ചോദ്യപേപ്പറിലുള്ള ഇതേ രൂപത്തിലുള്ള വിട്ട ഭാഗം പൂരിപ്പിക്കാം എന്നുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ തെറ്റുകളെ ഡാഷ് ശുദ്ധിയാക്കും. എന്താണ് നോമ്പിൻ്റെ തെറ്റുകളെ ശുദ്ധിയാക്കുക? ആരാണ് നോമ്പിൻ്റെ തെറ്റുകൾ ശുദ്ധിയാക്കുന്നത്? ഫിത്ർ സക്കാത്താണ് അല്ലേ. ഫിത്ർ സക്കാത്ത് നോമ്പിൻ്റെ തെറ്റുകളെ ശുദ്ധിയാക്കും. പിന്നെ 20 മിസ്കാൽ ഏകദേശം ഡാഷ് ഗ്രാമാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളെ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ട കണക്കാണല്ലേ, അത് നിസാബിൻ്റെ കണക്കാണ്. അത് എത്രയാണ് ഏകദേശം ഗ്രാം ഉണ്ടാവുക? ഒന്ന് ഓർത്ത് നോക്കൂ. 85 ഗ്രാമാണ് ഉണ്ടാവുക കേട്ടോ. 20 മിസ്കാൽ ഏകദേശം 85 ഗ്രാമാണ്. പിന്നെ മയ്യത്തിൻ്റെ ഡാഷ് മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. മയ്യത്തിൻ്റെ എന്താണ് മണ്ണിലേക്ക് ചേർത്ത് വെക്കേണ്ടത്? മയ്യത്തിനെ കബറിൽ വെക്കുമ്പോൾ മണ്ണിലേക്ക് ചേർത്ത് വെക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, ഏതാണ് ആ ഭാഗം? കവിൾത്തടം അല്ലേ. മയ്യത്തിൻ്റെ കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. അടുത്ത ചോദ്യം, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ഡാഷ് കൂടുതൽ ഓർക്കുന്നവനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, മറ്റൊരു രൂപത്തിൽ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആരാണ്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനും മാന്യനും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ സംഭവം തന്നെയാണ്. അത് മറ്റൊരു രൂപത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, വധുവും വരനും മുസ്ലിം ആവൽ ഡാഷിൻ്റെ ഷർത്താണ്. എന്താണ്? വധുവും വരനും മുസ്ലിം ആവുക എന്നുള്ളത് എന്തിൻ്റെ ഷർത്താണ്? നിക്കാഹിൻ്റെ ഷർത്താണ്. അപ്പോൾ നിക്കാഹിൻ്റെ ഷർത്തിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. നേരത്തെ നമ്മൾ നിക്കാഹിൻ്റെ സുന്നത്ത് എന്താണ് ഒന്ന് കണ്ടുല്ലേ. അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, നിക്കാഹിൻ്റെ ഷർത്തുകളും സുന്നത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം, മാതാപിതാക്കളുടെ ഖബർ എല്ലാ ഡാഷ് ചെയ്യൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. എല്ലാ ഡാഷ് എന്താണ് വിട്ടുപോയത്? മാതാപിതാക്കളുടെ ഖബർ എല്ലാ ഏതൊരു ദിവസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും അല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാഠഭാഗത്തുള്ള പല വരികളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് ആ പൂരിപ്പിക്കാനുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരും. നമ്മൾ ആ രൂപത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ വന്ന ചോദ്യങ്ങൾ, ജന്നത്തുൽ ബഖീൽ മക്കയിലോ മദീനയിലോ. ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അത് എവിടെയാണ്? മക്കയിലാണോ മദീനയിലാണോ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? മദീനയിലാണ് അല്ലേ. ജന്നത്തുൽ ബഖീ മദീനയിലാണ്. അത് മദീനയിലെ ഖബർസ്ഥാനാണ്. അതുപോലെ മക്കയിലെ ഖബർസ്ഥാനിന് എന്താണ് പറയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ജന്നത്തുൽ മുഅല്ല എന്നാണ് പറയുക അല്ലേ. അതൊക്കെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ സക്കാത്തിൻ്റെ അവകാശികൾ എത്രയാണ്? സക്കാത്തിന് എത്ര അവകാശികളുണ്ട്? എത്ര ഇനം കാര്യങ്ങളിൽ സക്കാത്ത് കൊടുക്കണം, അതുപോലെ എത്ര അവകാശികളുണ്ട്? രണ്ടും ഒന്നാണ്. ഒരേ ഉത്തരമാണ്. എന്താണ്? 8 അവകാശികളാണ് സക്കാത്തിനുള്ളത്. അത് ആരൊക്കെയാണെന്നുള്ള കൂടി നമ്മൾ പഠിച്ചു വെക്കട്ടോ. ഫക്കീർ മിസ്കീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആരൊക്കെയാണെന്നുള്ള കൂടി നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ആ രൂപത്തിലും ചോദ്യങ്ങളുണ്ടാവും. മറ്റൊരു ചോദ്യം, മുഹറം 10 നോമ്പിന് പറയുന്ന പേരെന്താ? മുഹറം 10 നോമ്പുണ്ടല്ലോ, ആ നോമ്പിന് എന്താണ് പറയുക? നമ്മൾ നേരത്തെ അറഫ നോമ്പ് എന്നൊക്കെ പറഞ്ഞു, അതെന്താണ്? ദുൽഹിജ്ജ 9 നമ്മൾ പറഞ്ഞു. മുഹറം 10 നോമ്പ് എന്താണ്? ആഷൂറാഗ് എന്നാണ് പറയുക അല്ലേ. ആഷൂറാഗ് നോമ്പാണ് മുഹറം 10 മുഹറം 9 നോമ്പുണ്ട്, അതിനും പേരുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഷാബാൻ 15 നോമ്പുണ്ട്, റജബ് 27 നോമ്പുണ്ട്, അതിനൊക്കെ പേരുകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. എത്രയാണ്? 1 ലക്ഷമാണ് പ്രതിഫലം അല്ലേ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മറ്റൊരു രൂപത്തിലുള്ള ചോദ്യമാണ്. പിന്നെ വേറൊരു ചോദ്യം, തവാഫ് ചെയ്യുമ്പോൾ കഅബയുടെ ഏത് ഭാഗത്താവണം കിബില? തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏത് ഭാഗത്താവണം എന്നുള്ളതാണ്. ഏത് ഭാഗത്താണ്? നമ്മുടെ ഏത് ഭാഗത്താണ് കഅബ വരേണ്ടത്? ഓർമ്മ ഉണ്ടോ? ഇടത് ഭാഗത്താവണം അല്ലേ. കഅബ ഇടത് ഭാഗത്താക്കിയിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ മക്കയിൽ എവിടെയാണ്? ഖദീജ ബീവിയുടെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മക്കയിൽ. മക്കയിലുള്ള ഖബർസ്ഥാനത്തിൻ്റെ പേരാണ് എന്ത്? ജന്നത്തുൽ മുഅല്ല അല്ലേ. അപ്പോൾ ജന്നത്തുൽ മുഅല്ല നമ്മൾ പഠിച്ചു. ജന്നത്തുൽ ബഖീ എവിടെയാണെന്ന് പഠിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതേ രൂപത്തിൽ ഒറ്റവാക്കിലുള്ള ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യ പേപ്പറുള്ളത് നമുക്ക് നോക്കാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളത്. മയ്യിത്ത് നിസ്കാരത്തിന് എത്ര തക്ബീറുകളുണ്ട്? എത്ര തക്ബീറുകളാണുള്ളത് മയ്യിത്ത് നിസ്കാരത്തിന്? 4 തക്ബീറുകളാണുള്ളത്. ആ 4 തക്ബീറുകൾക്കിടയിലും എന്താണ് ചൊല്ലേണ്ടതെന്നുള്ളത് കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം, സക്കാത്ത് നിർബന്ധമില്ലാത്ത ഒരു പഴം. ഏതാ സക്കാത്ത് നിർബന്ധമില്ലാത്ത പഴം? പറയാൻ പറ്റുമോ? ആപ്പിൾ സക്കാത്ത് നിർബന്ധമില്ലാത്തതാണ്. ഇവിടെ നമുക്ക് ഏത് പഴത്തിൻ്റെ പേരും എഴുതട്ടോ. മുന്തിരി അതുപോലെ തന്നെ കാരക്ക എന്നീ 2 പഴങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. ഇപ്പോൾ മുന്തിരിയും കാരക്കയും അല്ലാത്ത ഏത് പേരും നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. അടുത്തൊരു ചോദ്യം, ആരോഗ്യമുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഒരു കാര്യം എന്താണ്? എന്ത് കാര്യമാണ് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്? നമ്മൾ പാഠത്തിൽ പറഞ്ഞത് നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞല്ലേ. നോമ്പനുഷ്ഠിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും അല്ലേ. സൂമു തസിഹു.
വേറെ ചോദ്യം, തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏത് ഭാഗത്താവണം? നേരത്തെ നമ്മൾ പറഞ്ഞു, ഓർമ്മ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു നോക്കൂ. ഇടതു ഭാഗത്താവണം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, മറ്റൊരു രൂപത്തിലുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, മസ്ജിദു ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? ഏത് സ്ഥലത്താണ് ആയിഷ റളിയല്ലാഹു അൻഹൻ്റെ പേരിലുള്ള മസ്ജിദ് ഉള്ളത്? പറഞ്ഞു നോക്കൂ. തൻഈമിലാണല്ലേ, തൻഈം അല്ലേ? അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്തൊരു വസ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, എന്താണ്? സ്വർണം, ഭൂമി പോലത്തെ വസ്തുക്കളില്ലേ? ഇവിടെ ഒരു പേര് എഴുതിയാൽ മതി, എന്നാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി 2 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ സാധനങ്ങളിലെ സ്വർണം, ഭൂമി, വീടൊക്കെ പോലത്തെ വലിയ വലിയ സാധനങ്ങൾ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വരും. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും, കുറച്ച് വലിയ ഉത്തരങ്ങളായിരിക്കും. ചോദ്യം നോക്കാം. ഒന്നാമത്തത്, മയ്യിത്തിൻ്റെ ഗുണങ്ങൾ കണ്ണുകളാട്ടോ. മയ്യിത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ എന്ത് ചൊല്ലണം? മയ്യിത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ ചൊല്ലേണ്ടത്? എന്താണ്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം അല്ലേ? ഇത് വേറെ സ്ഥലത്തും ചൊല്ലാണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തും ഇത് ചൊല്ലാണ്ട് ഇല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. മറ്റൊരു ചോദ്യം, സക്കാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷ എന്താ? സക്കാത്ത് നൽകിയില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ശിക്ഷ? ഓർമ്മ ഉണ്ടോ? ആ അവകാശികൾക്ക് നൽകാത്ത സൂക്ഷിച്ചു വെച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവ എന്ത് ചെയ്യും? അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലൊക്കെ മുതുകുകളിലും എന്ത് ചെയ്യും? അതുകൊണ്ട് ചുട്ടുപഴുപ്പിക്കും. നമ്മൾ പഠിച്ചല്ലേ? അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത്ര വിശാലമായിട്ടുള്ളൊരു ശിക്ഷയാണ്, അത് ആ രൂപത്തിൽ പഠിച്ചു വെക്കട്ടോ. മറ്റൊരു ചോദ്യം, ഫിത്ർ സക്കാത്ത് കൊടുത്താൽ ലഭിക്കുന്ന നേട്ടം എന്താ? ഫിത്ർ സക്കാത്ത് കൊടുത്താൽ എന്തോ നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നോമ്പിൻ്റെ നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും ഫിത്ർ സക്കാത്ത് എന്താവും? ശുദ്ധീകരിക്കും അല്ലേ? അത് പാവങ്ങളുടെ ഭക്ഷണമാണ് അത്. അപ്പം എന്താണ്? നോമ്പിൻ്റെ തെറ്റുകളെ അനാവശ്യങ്ങളെയൊക്കെ ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും എന്നുള്ളതാണ് നേട്ടം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം, നോമ്പുകാർക്ക് 2 സന്തോഷമുണ്ട് എപ്പോഴെല്ലാം? നോമ്പുകാർക്ക് 2 സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് 2 സന്തോഷം? ഒന്ന്, നോമ്പ് തുറക്കുമ്പോഴും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. അങ്ങനെ 2 സന്തോഷം ഉണ്ടല്ലേ നോമ്പുകാർക്ക്? അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം, മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ട രൂപം എങ്ങനെയാണ്? എങ്ങനെയാണ് മയ്യിത്തിനെ ഖബറിൽ കിടത്തേണ്ടത്? ഓർമ്മയുണ്ടോ? മുഖവും അതുപോലെ തന്നെ നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചു വെച്ച് വലതുവശത്തിൻ്റെ മേൽ കിടത്തണം എന്നാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാഠഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതേ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കട്ടോ. ഇതേ രൂപത്തിലുള്ള ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള മറ്റൊരു പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ? ഓർമ്മയുണ്ടോ? പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? മറ്റൊരു ചോദ്യം, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞു, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് ചൊല്ലേണ്ടത് കേട്ടോ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. അടുത്തൊരു ചോദ്യം, സക്കാത്തിൻ്റെ നിബന്ധനയുള്ള വസ്തുക്കൾ. സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതെല്ലാം എന്നുള്ളതാണ്. എത്ര വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്? 8 എണ്ണത്തിൽ നിർബന്ധമുണ്ടല്ലേ? അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. സ്വർണം, വെള്ളി, ഭക്ഷണം, ധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം അല്ലേ? ഇങ്ങനെ 8 കാര്യങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. അതുപോലെ 8 അവകാശികളും ഉണ്ട്, അതും നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, നോമ്പുകാരൻ 2 സന്തോഷമുണ്ട് എപ്പോഴൊക്കെ? നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്. എന്താണത്? നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. അങ്ങനെ 2 സന്തോഷങ്ങൾ നോമ്പുകാർക്ക് ഉണ്ടാവും അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആവർത്തിച്ച് വന്ന ചോദ്യമാണ് കേട്ടോ. മറ്റൊരു ചോദ്യം, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം അല്ലേ? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും 7 ചോദ്യങ്ങളാണ് ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ. അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റും. സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കുള്ള നേട്ടമുണ്ട്. നേരത്തെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ നേട്ടമാണ് പറഞ്ഞത് അല്ലേ? അടുത്തത് ഉംറക്ക് നിയ്യത്ത് ചെയ്യണം. എങ്ങനെയാണ് ഉംറക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്? അത് നമുക്ക് അറബിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണ്ടേ. ഉംറൻ്റെ നിയ്യത്ത് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ അറബിയിൽ എഴുതുക എന്ന് പറയും, ചിലപ്പം ഇങ്ങനെ ഉംറൻ്റെ നിയ്യത്ത് ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലും അറബി മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അറബിയിൽ എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറബിയിൽ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ അറബിയിൽ തന്നെ പഠിച്ചു വെക്കുക. എങ്ങനെയായാലും അറബിയിൽ എഴുതിയാൽ തെറ്റില്ല. അപ്പോൾ നവൈത്തുൽ ഉംറത വ ഹറംതു ബിഹാ ലില്ലാഹി തആല എന്നുള്ളതാണ്
ആ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കാം കേട്ടോ. ഇവിടെ തന്നെ കാണുന്നത് ഉംറയ്ക്ക് എങ്ങനെ നിയ്യത്ത് ചെയ്യണം, അറബിയിൽ എഴുതുക എന്ന് തന്നെ ചോദ്യമുണ്ട് കേട്ടോ. അപ്പോൾ അറബിയിൽ തന്നെ എഴുതേണ്ടി വരും. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിച്ച ഈ രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറബിയിലും അറബി മലയാളത്തിലൊക്കെ എഴുതാം. പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറബിയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അറബിയിലുള്ള ഉത്തരം പഠിച്ചു വെച്ചാൽ നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്കത് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അറബിയിൽ തന്നെ അത് പഠിച്ച് വെക്കുക. എങ്ങനെയാണ് നബൈത്തുൽ ഉംറത്ത് വഹറംതു ബിഹാ ലില്ലാഹി തആല എന്നാണ് കേട്ടോ. വഹറംതു ഉംറൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹറംതു ബിഹാ എന്നുണ്ടാവുക കേട്ടോ. ഹജ്ജിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഹറംതു ബിഹി നീക്കാറുണ്ടാവുക. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കുക. ഹജ്ജിൻ്റെയും ഉംറയുടെയും നിയ്യത്ത് പഠിച്ചു വെക്കുക. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ലഭിക്കുന്ന പ്രതിഫലം എന്താ? എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നത് പറഞ്ഞത്? നേരത്തെ നമ്മൾ വേറെ രൂപത്തിലുള്ള ചോദ്യം കണ്ടിട്ടുണ്ട് അല്ലേ. ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരുന്നത് 5 വരിയിൽ എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും അല്ലേ. 5 വരിയിൽ നിറയെ എഴുതേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തത് മനസ്സിലാക്കി വെച്ച് പഠിക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പലിശ വാങ്ങലും കൊടുക്കലും എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹ ജീവിതം അല്ലേ, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള വന്നിട്ടുണ്ട്. ചെറിയ രൂപത്തിൽ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. ഇല്ലെങ്കിൽ അത് നല്ല രൂപത്തിൽ പാഠത്തിൽ പറഞ്ഞത് രൂപത്തിൽ തന്നെ അത് പഠിച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ. വിവാഹ ജീവിതത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു 5 വരിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളും വേറെ വന്നത് മയ്യിത്ത് നിസ്കാരത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതും ഇതേ രൂപത്തിൽ 5 മാർക്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നോമ്പിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ 5-ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 5 വരിയിൽ എഴുതാൻ അല്ലേ. നോമ്പ് സുന്നത്ത് നോമ്പ് നോറ്റാൽ എന്തൊക്കെയാണ് മഹത്വങ്ങൾ ഉണ്ടാവുക, ഏതൊക്കെയാണ് സുന്നത്ത് നോമ്പിൻ്റെ മഹത്വമായ സുന്നത്ത് നോമ്പുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 5 വരി പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രധാനം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഫിഖ്ഹിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരുങ്ങി എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അല്ലാഹു തആല വലിയ വിജയങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.